ഒരുങ്ങി റെഡിയായി വരുമ്പോഴേക്ക് ഇച്ചുവിടെ കണ്ണടിയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടേ. എന്തോ വലിയ ഭാവത്തിലാണ് നിൽക്കുന്നത്. കയ്യിലൊരു വാച്ചും ഉണ്ട്. ഇതൊക്കെ കണ്ണേട്ടൻ്റെ പണിയാട്ടോ. ഇനി നമുക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടണമെങ്കിൽ കണ്ണേട്ടന് കുത്തിപ്പൊക്കണം. പ്രത്യേകിച്ച് വല്ല റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ. ട്രിപ്പിന് പോകുമ്പം എന്നെ കുത്തിപ്പൊക്കുന്നത് പോലെയാണ്. എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞാനും കുത്തിപ്പൊക്കണം. ഇനി കുടുംബക്കാരെ വീട്ടിലേക്കാണെങ്കിലോ നേരത്തെ തന്നെ കണ്ണേട്ടനെ ബുക്ക് ചെയ്ത് വെക്കണേ. അത്രയും തിരക്കുള്ള ഒരാളെ പോലെയാണ്. ഇന്ന് പോകുന്നത് എൻ്റെ മാമൻ്റെ വീട്ടിലോട്ടാണ്. ഇവിടെ മാമൻ്റെ മക്കളെ സാധനമാണ് ഇച്ചുതൈ പരത്തുന്നത്. ഇവരാണ് ആ രണ്ട് കക്ഷികൾ. ആദ്യം നല്ല സൗഹൃദമാണെങ്കിലും അവസാനം അത് കലാശിച്ചത് അടിയിലായിരുന്നു. എന്ത് ചെയ്യാൻ അവർക്ക് നന്നായിട്ട് കിട്ടി. എനിക്ക് പുതിയ ലിപ്സ്റ്റിക്കും ഷെയ്ഡൊക്കെ പറഞ്ഞു തരാൻ ഇവരും എൻ്റെ നാത്തൂനൊക്കെ ആയിട്ടുള്ളത്. ഇങ്ങനെ വല്ല അറിവിനും ഇവരെ സമീപിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നോളും. അപ്പോഴേക്കിതാ അമ്മമ്മ ഞങ്ങൾക്കുള്ള വെള്ളവും പലഹാരവും ഒക്കെ റെഡിയാക്കുന്നുണ്ട്. എല്ലാം മേശപ്പുറത്തെത്തി. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഒരു മെയിൻ ആളെ ഞാൻ മറന്നുപോയത്. ഇതാണ് ഇവിടുത്തെ പൂച്ചക്കുട്ടി, ഇവിടുത്തെ താരെന്ന് വേണമെങ്കിൽ പറയാം. ആൾ ഭയങ്കര പേടിത്തൊണ്ടനാണ്. അതുപോലെ തന്നെ ഇച്ചുവിനാണെങ്കിൽ ഇവരെ കണ്ടിട്ട് പേടിപ്പിക്കാതെക്കാനും പറ്റുന്നില്ല. കുറേ നേരം പൂച്ച പൂച്ച പറഞ്ഞ് കളിച്ച് അതങ്ങനെ കട്ടിൻ്റെ ചോട്ടിൽ പോയി വിളിച്ചേ. പിന്നെ അതിന് അവിടെ അവൾ സ്വൈര്യം കൊടുത്തിട്ടില്ല. അവളെ പേടിച്ചിട്ടാണ് ഇതിങ്ങനെ കട്ടിൻ്റെ ചോട്ടിൽ പതിഞ്ഞിരിക്കുന്നത്. കണ്ടാൽ ഭീകരനാണെങ്കിലും ആൾ ഭയങ്കര സാധുവാണെന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ നമ്മൾ അധികം നിന്നില്ല കേട്ടോ. വേഗം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം. ഇനിയുണ്ട് യാത്ര. അപ്പം അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉമ്മിൻ ടാറ്റയൊക്കെ കൊടുത്ത് ഇച്ചു ഞങ്ങൾ അവിടുന്ന് ബായ് പറയുകയാണേ.